ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. അത് എന്ന സന്തോഷം എന്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത് കാര്യമാണ്. ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ്, ഫൈവ് ഓഫ് സോഡ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഇദ്ദേഹം വളരെയധികം ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു മിസ്സിങ് എനർജിയിലാണ്. മനസ്സിലായോ? അദ്ദേഹം സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, അതൊന്നും കാണുന്നില്ല. ഇമോഷൻസിന് മാത്രം ഇവിടെ പ്രാധാന്യം കൊടുക്കുകയാണ്. അതിലിങ്ങനെ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ കണ്ടില്ല, ഇവിടെ ദൂരെ ഒരു കപ്പലുണ്ട്, ഇവിടെ ഫിഷുണ്ട്. എന്നിരുന്നാൽ കൂടെ ഒന്നിനെയും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിയുടെ കാര്യം മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതോ കാര്യത്തിൽ നിങ്ങളിവിടെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എപ്പോഴും സേഫ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി വരണം, കുറച്ച് ചിലപ്പോൾ ന്യൂ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ വന്നു ചേരാൻ വേണ്ടിയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങളിവിടെ ഇമോഷണലി നിങ്ങൾ വീക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുക കൂടി വേണം എന്നും വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അപ്പൊ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ഒത്തിരി അങ്ങ് ഇമോഷൻസിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൂടി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാം. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്പ് എനർജി എന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. ഫസ്റ്റിലെ രണ്ടും ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അതായത് ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ഇവിടെ തുടങ്ങുകയാണ്. അത് പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു ലവ് ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ്. ആർക്കൊക്കെയോ ഇവിടെ അത്തരത്തിലുള്ള ഇമോഷൻസിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമോഷൻസ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് കാണുന്നത്. തുടക്കത്തിലാണ്, തുടക്കം കുറിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ വ്യക്തികളോട് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നാമല്ല, അത് വല്ലാത്തൊരു ഡിവൈൻ കണക്ഷനാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അപ്പൊ ഈ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന, ഒന്നുകിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ലവ് പ്രപ്പോസൽ വരാം, അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മാര്യേജിൻ്റെതായ പ്രപ്പോസൽ വരാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ വീട്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. തുടക്കം കുറിക്കുകയല്ലേ. അപ്പോൾ പുതിയ വീടാവാം, പുതിയ കുട്ടികളാവാം, അങ്ങനെയൊക്കെ പുതിയ
കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികളില്ലാതിരുന്നിട്ട് കുട്ടികളെ നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ അടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദൈവിക സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനുള്ള ശ്രമമാണ്. നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അത് വളരെയധികം നല്ലതാണ് അല്ലെ. നിങ്ങൾ വിജയിയാവണം, നിങ്ങൾക്ക് വിജയിക്കണം. ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുണ്ടോ ചുറ്റിനും, ആരൊക്കെ ഉണ്ടോ നിങ്ങളോടൊപ്പം എന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾക്കത് പ്രശ്നമല്ല. നിങ്ങൾക്കവിടെ നിങ്ങളുടേതായ കാര്യം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു വ്യഗ്രത മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് അശ്രദ്ധമായിട്ടിരിക്കുന്ന സാഹചര്യം വല്ലതുമുണ്ടെങ്കിൽ ഇന്ന് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കൺമുൻപിൽ തന്നെ എന്തെങ്കിലും സാധനം നിങ്ങളുടേത് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് മനസ്സിലായോ? മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കണം, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കാണുന്നത്. കാരണം നമ്മളുടേതായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഫെയിലാക്കണം എന്നുള്ള ചിന്ത ഒരിക്കലും നല്ലതല്ല. മറ്റുള്ളവരിലേക്ക് നമ്മൾ മോശം എനർജി കൊടുക്കണ്ട. ഹൃദയത്തെ ശുദ്ധമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗോസിപ്പ് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക ഒന്നും ആവശ്യമില്ല. അവിടേക്ക് ദൈവികമായ എനർജി കൊണ്ടുവന്നാൽ മാത്രം മതിയാകും. അപ്പോൾ എങ്ങനെയെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തിന്മ ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദോഷം ചെയ്യണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കാതെ പോകും. കുറെ കാലം അങ്ങനെ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരണം. മുന്നോട്ട് വരുന്നത് ദൈവികമായ എനർജിയിലേക്ക് മാത്രമായിരിക്കണം വരേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിവിടെ എന്തിനോ ഒരു റിസൾട്ട് കാത്തിരിക്കുന്നത് പോലെയാണ്. എന്തോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ സാമ്പത്തികം എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അതിന്റെ ഒരു റിസൾട്ട് നോക്കിയിരിക്കുന്നു. അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത്, അതല്ല എങ്കിൽ നിങ്ങൾ എഫർട്ട് എടുത്ത് നിങ്ങൾ മറ്റേതെങ്കിലും കാര്യത്തിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ വെയിറ്റ് ചെയ്യുകയും ഒരു വ്യക്തിയുമാകാം സാഹചര്യവുമാകാം. ഇവിടെ എന്തായാലും വെയിറ്റിങ്ങിന്റെ എനർജിയാണ്. അതായത് പേഷ്യൻസോടുകൂടിയുള്ള ക്ഷമയോടുകൂടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് നിങ്ങളിവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അനാവശ്യകരമായ വിഷമമാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. കാരണം അനാവശ്യകരമായ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇത് വന്നു ചേരാനുണ്ട്. അത് തീർച്ചയായിട്ടും അത് അതിൻ്റെതായ സമയത്ത് വന്നു ചേരും. ഇത് ചിലപ്പോൾ നിങ്ങൾ കർമ്മ അനുഭവിക്കുകയാണെങ്കിൽ കുറെ കാലം കൊണ്ടേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക, അതൊന്നും നിങ്ങൾക്ക് വരാതെയാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയമായിട്ടില്ല. യൂണിവേഴ്സ് നിങ്ങൾക്കത് തരും തീർച്ചയായിട്ടും. അതിനുള്ള സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കും. അതുകൊണ്ട് അനാവശ്യകരമായ ദുഃഖങ്ങളിൽ നിന്ന് മുന്നോട്ട് വരിക, ഒരു മോചനം നേടൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ട് കാർഡ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഇത് എന്തുവായാലും നിങ്ങളിലേക്ക് എന്തോ നിങ്ങളൊന്ന് പുതിയ കോഴ്സ് പഠിക്കാനായിട്ടുള്ള എനർജിയാണ്. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നല്ല ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ വഴി തുറക്കുന്നു, നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെതായ വഴി തുറക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. സോറി, ഇത് ഏസ് ഓഫ് പെന്റക്കിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അബണ്ടൻസിൻ്റെതായ വഴി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അബണ്ടൻസ് അല്ലേ, കണ്ടില്ലേ, ഇഷ്ടം പോലെ സമൃദ്ധി ഐശ്വര്യവും നിങ്ങൾക്ക് ചുറ്റും വന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്തോ സന്തോഷകരമായ ചില വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ സാമ്പത്തികത്തിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു എനർജിയിൽ നിങ്ങളിലേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്.
ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനുള്ള എനർജി, അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള എനർജിയും ഒക്കെ ഇവിടെ കാണുന്നതായിട്ട് ഇരിക്കുന്നു. ചിലപ്പോൾ ഒരു ജോലി സാധ്യത, ഏതെങ്കിലും നല്ല തരത്തിലുള്ള ഒരു ജോലിക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവുക. അതുപോലെ ഇതുവരെയും ജോലി ചെയ്തിട്ട് കിട്ടാതിരുന്ന ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ 7 ഓഫ് പെന്റക്കിൾ വന്നപ്പോൾ അൺനെസസറി വറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനാവശ്യകരമായ ദുഃഖത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിന്റെ തുടക്കം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സന്തോഷത്തിലേക്കുള്ള ഒരു വരവാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുപോലെ സമ്പത്തിൻ്റെതായ ഒരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നെങ്കിലുമൊക്കെ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ്, ആരെങ്കിലും തരാനുള്ള എനർജി, ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവാം. മനസ്സിലായി? അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എനർജി നല്ലതുപോലെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ മുൻകാലത്തുണ്ടായ ദുഃഖം അനുഭവിക്കുകയാണ് വീണ്ടും. എന്തിനാണ് പഴയ ദുഃഖത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അപ്പോൾ അതിൻ്റെതായ ഒരാവശ്യവുമില്ല. ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിനായിട്ട് ഡിവൈൻ കണക്ഷൻ തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും വലിയൊരു ദുഃഖത്തിലാണ് ഇപ്പോൾ നിങ്ങളെന്ന് കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ, എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, ആരെങ്കിലുമൊക്കെ നല്ലതുപോലെ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അസുഖങ്ങളിൽ നിന്നുള്ള ദുഃഖമാകാം, അസുഖത്തെ കൊണ്ട് നിങ്ങൾ വല്ലാതെ വലയുന്ന അവസരമാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ വല്ലതുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത്, കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച് നിങ്ങളിവിടെ ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞുപോയ സംഭവത്തെക്കുറിച്ച് ഓർത്തിട്ട് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ മുന്നോട്ട് വരുന്ന നല്ല കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാവും. നിങ്ങളോടൊപ്പം ദൈവികമായ എനർജി ഉണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലായ്പ്പോഴും. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കാതെ ഇരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നതാണ്. എവിടെന്നെങ്കിലും വന്നു ചേരാനുള്ള സാമ്പത്തികമാണ്, കണ്ടില്ലേ? ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതുവഴി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ്. നിങ്ങൾ വളർത്തുന്ന ആനിമൽസ് ആവാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി. അതുവഴി നിങ്ങൾക്ക് ഒത്തിരി അഭിമാനിക്കാനുള്ള സമയമുണ്ടാകുന്നു, ഒരുപാട് ടെൻഷൻ ഫ്രീ ആവുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുൻപൊക്കെയോ പിണങ്ങിയിരുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരും. കുടുംബത്തിലുള്ളവരെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുമ്പോൾ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നല്ലതുപോലെ സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനൊക്കെയുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം 10 ഓഫ് പെന്റക്കിൾസ് അല്ലെ, നിറഞ്ഞ സാമ്പത്തികമാണ് വരുന്നത്. 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തുടക്കം, സമ്പത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരും. ഇവിടെ എന്താണ്? ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സമ്പത്തിൻ്റെതായ ഒരു തുടക്കം ഇവിടെയും വന്നിരിക്കുന്നു. ഇവിടെ ഏസ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെയും 1 ആണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. ഈ തുടക്കം എന്ന് പറയുമ്പോൾ സ്നേഹമാകാം, സാമ്പത്തികമാവാം. മനസ്സിലായി? ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടും വേണമല്ലോ. സാമ്പത്തികം വരുമ്പോൾ മാത്രമാണ് സ്നേഹം കൂടുതലായിട്ട് വരുന്നത്. രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 11 നമ്പർ കാണുന്നവർ, അതുപോലെ 111 കാണുന്ന ചില ആൾക്കാരും ഉണ്ടെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കത്തിന് സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. കണ്ടില്ലേ, 111 ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് എടുക്കാവേ.
സോഴ്സാണ്, കണ്ടില്ലേ? എന്തിൻ്റെയോ ഉറവിടം, സമ്പത്തിൻ്റെതായ ഉറവിടം നിങ്ങളിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും കുറച്ച് ക്രിയേറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സമയമാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളിലുള്ള കഴിവ് എന്താണോ നിങ്ങൾക്ക് അതിപ്പോൾ ഒന്ന് വെളിപ്പെടുന്ന ഒരു സമയമാണ്, മനസ്സിലാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഹീലിംഗ് ആണ് പലർക്കും ഇവിടെ ഹീലിംഗിൻ്റെതായ സമയമാണെന്ന് കാണുന്നുണ്ട്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരു സുഖപ്പെടലാണ്. നിങ്ങളിവിടെ ചിലപ്പോൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവാം. ഏതെങ്കിലും ചക്രയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ഹീലിംഗ് നടത്തുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നതായും ഐശ്വര്യം വരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അസുഖങ്ങളെ ഹീൽ ചെയ്ത് മാറ്റുക. അതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിലൊരു ഉയർച്ച വരുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉയർച്ച. അതുപോലെ തന്നെ ആരോഗ്യപരമായ ഉയർച്ച വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ഉയർച്ചയും വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അസുഖങ്ങളിൽ നിന്നും ഒന്ന് ഭേദമാകുന്നു. പല വിധത്തിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ള എനർജിയാണ്. കണ്ടീഷനിങ് ആണ് ഇവിടെ. ആരൊക്കെയോ ഇവിടെ നിങ്ങളെ അടിമയ്ക്ക് വെച്ചിരിക്കുന്നത് പോലെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥ, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സ്റ്റക്നെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്കത് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് വരാൻ, നിങ്ങൾ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇവിടെ നോക്കേണ്ടത് എന്നാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? പലരും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. എന്തിനാണ് അങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് മനസ്സിലായിട്ടോ അതിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത് എന്തിനാണ്? അതിൽ നിന്ന് ഒരു മോചനം വേണ്ടേ നിങ്ങൾക്ക്? അതിനുള്ള മാർഗങ്ങളാണ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിനോട് പ്രേ ചെയ്യുക, യൂണിവേഴ്സിനോട് ഫർഗിവ്നെസ് പറയുക, ഇതൊക്കെയാണ് അത്യാവശ്യം. മനസ്സിലായി? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 11 തവണ വീതം പറയേണ്ടത് അത്യാവശ്യമാണ്. അത് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യണം, കണ്ണിൽ കണ്ണുനീര് പൊടിയണം. അപ്പോഴാണ് നിങ്ങളുടെ കർമ്മയൊക്കെ കുറച്ച് റിലീസായി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും വരാൻ സാധിക്കും. ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത്. അത് കണ്ടില്ലേ? ഇവിടെ ഇതാണ് നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരുന്നതാണ്. ഇവിടെ പോസ്റ്റ്പോൺമെന്റ് ആണ്. നിങ്ങൾ ഒരു കാര്യവും നാളത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇന്നെന്റെ സമയം ശരിയല്ല, നാളെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നാളെ വിചാരിക്കണം മറ്റന്നാൾ ചെയ്യാമെന്ന്. എന്തിന്? നിങ്ങൾക്ക് മനസ്സുണ്ടോ? നല്ലതുപോലെ തന്നെ നിങ്ങൾ എനർജറ്റിക് ആവണം, നല്ലതുപോലെ നിങ്ങൾ പവർഫുൾ ആവണം, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കണം, നിങ്ങൾ ആക്റ്റീവ് ആകണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒരിക്കലും ഒരു മാറ്റിവെക്കലിന് നിങ്ങൾ ഇടവരുത്തരുത്. ഏതൊരു കാര്യമായാലും ഇപ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി വരുന്നത്. അത് ചെയ്യണം. എനിക്ക് ഇന്ന് തൊട്ട് മെഡിറ്റേഷൻ തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ ഫൊർഗിവ്നെസ് പറയുന്നതായിരിക്കും യൂണിവേഴ്സിനോട് എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ചെയ്യാൻ തുടങ്ങിക്കോളണം. നാളെ ചെയ്യാം, നാളെ 4 മണിക്ക് എഴുന്നേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നാളെ 4 മണിക്ക് എഴുന്നേൽപ്പ് നടക്കത്തില്ല ചിലപ്പോൾ. മനസ്സിലായോ? അല്ലെങ്കിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കണം. ഏതൊരു കാര്യത്തിന് എഫേർട്ട് എടുക്കണം. നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് കയ്യിൽ വരികയുള്ളൂ. പിന്നെ ലോട്ടറി കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഭാഗ്യസമയമാണെങ്കിൽ ചിലപ്പോൾ ലോട്ടറി കിട്ടാം, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളൊരു ജോലി ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് അധ്വാനിക്കുക തന്നെ വേണം. മടി പിടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരു കാരണവശാലും മടി പിടിച്ചിരിക്കരുത്. നിങ്ങളിലേക്ക് സക്സസ് വരാൻ സമയമായിട്ടുണ്ട്. സക്സസ് വരണം, നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഇത് നിങ്ങളുടേതായ ആവശ്യമാണ്, ഇത് നിങ്ങളിലേക്ക് വരാനുള്ളതാണ്. യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് തരാനുള്ളതാണ് ഈ ഒരു സക്സസ്. അതുകൊണ്ട് അങ്ങനെ മാത്രം ചിന്തിക്കുക. നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാവേ.
ഇന്നസെൻസ് ആണ് വന്നിരിക്കുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് വ്യക്തിപരമായ ചില മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളതാണ്. പലർക്കും ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു. 3+5 8 ആണ് ഇവിടെ സക്സസ് വരുന്നതെന്ന് കണ്ടില്ലേ? അപ്പൊ ഇവിടെ അബണ്ടൻസിലേക്കുള്ള ഒരു എനർജിയാണ്. ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ഇന്നത്തെ നിങ്ങളുടെ അഫർമേഷനാണ്. ഇങ്ങനെ അഫേം ചെയ്യണം. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുകയും വേണം ഈ ഒരു റീഡിങ്ങിൽ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു. വ്യക്തിപരമായ മാറ്റം, നിങ്ങൾക്കായിട്ട് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്, അത് നിങ്ങൾക്ക് വന്നിരിക്കും. ഇന്നസെൻസ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിവിടെ എന്താണ് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നൈർമല്യമാണ്, ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം. ഈ ഒരു പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടു വരുന്നത്. മനസ്സിലായോ? ചൈതന്യ ഈശ്വര അനുഗ്രഹം വരുന്നത് എപ്പോഴാണ്? ഗണപതി ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം വരുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഉള്ളിൽ നന്മ നിറയുമ്പോൾ മാത്രമാണ്. നന്മയുള്ള പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ വെറുതെ മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതും പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് എനർജിയെ ഇവിടെ വഹിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹവും വരില്ല. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറയുക, ഗോസിപ്പ് പറയുക, അതുപോലെ അവരെ എപ്പോഴെങ്കിലും ഒന്ന് അപത്തിൽ പെടുത്തണമെന്നുള്ള ചിന്ത, ഇതൊന്നും പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമാണ് വലുത്. എൻ്റേതായ സമൃദ്ധിയാണ് എനിക്ക് അത്യാവശ്യം. എൻ്റെ സക്സസ് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരേണ്ടത്. സമാധാനവും സന്തോഷവുമാണ്. ഇത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇവിടെ അതുപോലെ എംപവർമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 5th ചക്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ 3ാമതായിട്ട് വരത്തില്ലേ? അപ്പോൾ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ ഐശ്വര്യം വരുന്നുണ്ട്. യെല്ലോ കളർ കണ്ടില്ല? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ ഐശ്വര്യം വരാൻ തുടങ്ങുന്നുണ്ട്. ഇത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം നേടണം. ഇത് നിങ്ങളിലേക്ക് വരാനുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ എല്ലാ അനുഗ്രഹങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആണ്. കണ്ടില്ലേ? ഒന്ന് നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു. നോക്കിയിരിക്കുന്ന സാമ്പത്തികം വരിക, നോക്കിയിരിക്കുന്ന സ്നേഹം വരിക, നോക്കിയിരിക്കുന്ന സക്സസ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ റിലാക്സേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റിയാണ്. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരാനുള്ള സമയമായിരിക്കുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സമയമായിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു. ഇത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. മാറ്റം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. മാറ്റം നിങ്ങളായിട്ട് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.